ഡ്യൂക്ക് ഓഫ് എഡംബ്ര എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങള്? ഒരു അവാർഡ് സിസ്റ്റം ആണ് കേട്ടോ ഇവിടെ ഓസ്ട്രേലിയയിലെ. പുസ്തകം മാത്രം നോക്കി പഠിച്ചാൽ പോരാ ഇന്നത്തെ കാലത്ത്. എന്താണെന്നറിയാമോ, നമ്മുടെ ഈ ഓസ്ട്രേലിയൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ കുറിച്ച് ഞാൻ കുറച്ച് പറയാൻ വേണ്ടി വന്നതാണ്. അതായത് നമ്മളൊക്കെ നാട്ടിൽ ഇങ്ങനെ പഠിച്ച് പുസ്തകമൊക്കെ പഠിച്ചല്ലേ പോകുന്നത്. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് എക്സ്ട്രാ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് വളരെ കുറവല്ലേ നമ്മുടെ സ്കൂളുകളിൽ. പക്ഷെ ഓസ്ട്രേലിയയിൽ UK-യിലുണ്ട് കേട്ടോ, UK-യിലും ഉണ്ട് ഈ സെയിം സംഭവം. ഈ ഡ്യൂക്ക് ഓഫ് ഇഡംബ്രോ അവാർഡ് എന്ന് കേട്ടിട്ടുണ്ടോ? അതായത് ഒരു പ്രത്യേക അവാർഡാണ്. അവാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിള്ളേരെ എൻകറേജ് ചെയ്യുന്നതാണ്, കുറച്ച് കൂടുതൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് പഠനത്തോടൊപ്പം കുറച്ച് അതർ ആക്ടിവിറ്റീസും കൂടെ ചെയ്യാൻ വേണ്ടി അവർക്ക് വേണ്ടിയുള്ള ഒരു ഓർഗനൈസ് ചെയ്തേക്കുന്ന ഒരു അവാർഡ് സിസ്റ്റം ആണ് കേട്ടോ. ചെറിയ പിള്ളേർക്കൊന്നുമില്ല, ഒരു ഇയർ 9 മുതലുള്ള പിള്ളേർക്കാണ് ഉള്ളത് കേട്ടോ. അപ്പം ഇവിടെ നമ്മുടെ മൂത്ത ആള് ഇയർ 9-ലായി കേട്ടോ. അപ്പം അവിടെ പോയപ്പോഴേക്കും നമ്മൾ ഇതിനൊരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഞാൻ ചുമ്മാ ഒന്ന് പോയി ഇവരുടെ കൂട്ടത്തിൽ. അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞപ്പോഴേക്കും അപ്പോൾ അതിനകത്ത് കഴിഞ്ഞ വർഷം ചെയ്ത പിള്ളേര് വന്ന് അതിനെക്കുറിച്ച് അവരെന്താ ചെയ്തേ, അവരുടെ ആക്ടിവിറ്റീസ്, അത് അവരെ എങ്ങനെ ഹെൽപ്പ് ചെയ്തു, അവർ അങ്ങനെയൊക്കെ പറഞ്ഞ ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കേട്ടപ്പോഴേക്കും ഇവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നി അതിനകത്ത്. അതായത് ബേസിക്കലി ഒരു 3 ലെവലാണ് ഇതുള്ളത്. നമുക്ക് ഒരു 3 മാസം കൊണ്ട് ചെയ്തു തീർക്കാനുള്ള, പിന്നെ ഒരു 6 മാസം കൊണ്ട് ചെയ്തു തീർക്കാനുള്ള, പിന്നെ ഒരു വർഷം കൊണ്ട് ഫിനിഷ് ചെയ്യാൻ. അതായത് ബ്രോൺസ്, സിൽവർ, ഗോൾഡ്, ഈ 3 അവാർഡാണ് കിട്ടുന്നത് ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ കേട്ടോ. അത് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ലാസ്റ്റ് ഇവിടെ ഡിഫൻസിലെങ്ങാണ്ട് വെച്ചിട്ടാണ് അതിന്റെ വലിയൊരു സെറിമണിയൊക്കെ നടത്തിയ ചെയ്യുന്നതെന്ന് പറഞ്ഞതിന്റെ ഫുള്ള് കഴിഞ്ഞ് കഴിയുമ്പോൾ ഉള്ള അവാർഡ്. ഇത് ചെയ്യുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ പിള്ളേർക്ക് ഏറ്റാറുള്ള ഒരു സ്കോർ കിട്ടും. പിന്നെ നമുക്കറിയില്ലല്ലോ, നമ്മുടെ പിള്ളേർ നമ്മൾ വീട്ടിൽ കാണുന്ന പോലെ അല്ല, അവരുടെ ഇൻട്രസ്റ്റ് നമുക്ക് മോൾഡ് ചെയ്യാൻ പറ്റിയ ഒരു അവസരമാണ് കേട്ടോ. അപ്പൊ ഇതിനോട് കൂടി ഇവർ പുതിയ സ്കിൽ എന്തെങ്കിലും പഠിക്കണം ഇപ്പൊ ഇത് ചേരുമ്പോഴേക്കും. അതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള സംഭവങ്ങൾ. അതായത് നമ്മൾ പണ്ടൊക്കെ ഈ പഠിക്കാനൊക്കെ പോകുമ്പോൾ നമുക്ക് ചെക്ക് ലിസ്റ്റ് പോലെ എന്താ പറയുക, ബുക്ക് വന്നിട്ട് അതുകൊണ്ട് സൈൻ ചെയ്ത് മേടിച്ച് അറ്റൻഡൻസ് ഷീറ്റ് പോലെ സൈൻ ചെയ്ത് മേടിക്കുന്ന സംഭവം പോലെ ഒരു സംഭവമൊക്കെ ഉണ്ട് ഇവർക്കെല്ലാം. അത് ആപ്പിലാണ് കേട്ടോ. അപ്പൊ ഇവര് വോളണ്ടറി വർക്ക് ചെയ്യണം, എന്തെങ്കിലും ഒരു പുതിയ സ്കില്ല് പഠിക്കണം, പിന്നെ സ്പോർട്സ് ആക്ടിവിറ്റീസ് എന്തെങ്കിലും വേണം. അപ്പൊ ഈ 3 സംഭവങ്ങളും 3 മാസം ഇങ്ങനെ ചെയ്യണം. അതായത് 1 മണിക്കൂർ വീതം, ആഴ്ചയിൽ 1 മണിക്കൂർ വീതം അവരത് ചെയ്യണം. അപ്പൊ എന്നിട്ട് അത് അവർ സിഗ്നേച്ചറും ചെയ്ത ഡേറ്റും എല്ലാം അവർക്കൊരു സൂപ്പർവൈസർ വേണം അതിന്. അപ്പൊ അതിനുവേണ്ടി വോളണ്ടറി വർക്ക് വേണേൽ ചെയ്യാം. അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കുറെ ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് ചൂസ് ചെയ്യാൻ. അങ്ങനെ ആണ് അവർ ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ അത് ഞാൻ നേരത്തെ ഒരു വോളണ്ടറി വർക്ക് ചെയ്യുന്ന കാര്യത്തെ പറ്റി അന്വേഷിക്കാൻ വേണ്ടി വിനീസ് ഇപ്പൊ ഒരു വീഡിയോ ഇട്ടില്ലേ, അത് ബേസിക്കലി ഇതിന്റെ വേണ്ടിയാണ് ഞാൻ അന്വേഷിക്കാൻ പോയത് കേട്ടോ. അപ്പോൾ ഇത് പിള്ളേർക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മളെല്ലാം ചെയ്തു കൊടുക്കുന്ന കൂടാതെ അവർ തന്നെ ഇൻഡിപെൻഡന്റ് ആയിട്ട് പോകാൻ വേണ്ടി ഇവർ എൻകറേജ് ചെയ്യുന്ന വിധത്തിലാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിനൊരു ഹൈക്കിനൊക്കെ പോകണം, പിന്നെ 2 days ഒരു ക്യാമ്പൊക്കെ ഉണ്ട്. അപ്പൊ അതിന് പോകുമ്പോൾ അവർ തന്നെ കുക്ക് ചെയ്ത് കഴിക്കണം, അങ്ങനെയൊക്കെ എല്ലാം ഉണ്ട്. അവർ ഇൻഡിപെൻഡന്റ് ആയിട്ട് എല്ലാ കാര്യം ചെയ്യാൻ. അപ്പോൾ അതിന്റെ ഫസ്റ്റ് ഭാഗമായിട്ടൊരു ട്രയൽ ഹൈക്ക് ഉണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച അവള് ട്രയൽ ഹൈക്കിന് പോയിട്ട് വന്ന് മടുത്ത് പരിപ്പളകി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനകത്ത് ഇൻട്രൊഡക്ഷന് പോയപ്പോഴേ അവർ പറഞ്ഞു ചേരുന്ന ആരും തന്നെ 90% ആൾക്കാരും ഇതിന്റെ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യില്ല എന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് മടുത്ത് കഴിയുമ്പോൾ പകുതി ലെവൽ മടുത്ത് കഴിയുമ്പോൾ പിന്നത്തെ ലെവലിലേക്ക് പിള്ളേര് പോകില്ല കേട്ടോ. പക്ഷെ നമുക്കറിയില്ല, ഹൂ നോസ്, ഇവരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചല്ലേ. അപ്പോൾ പിള്ളേർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിനെപ്പറ്റി ഒന്ന് അന്വേഷിച്ച് നോക്കുക കേട്ടോ. ഈ ഇയർ 9 മുതലാണ് ഓസ്ട്രേലിയയിലുള്ളത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി ഒന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ ഇത് ഇവരുടെ സ്കൂളിൽ നടത്തുന്നതായതുകൊണ്ട് അതിന്റെ കൂടുതൽ നമ്മൾ എക്സ്ട്രാ പേയ്മെന്റ് ചെയ്യണം കേട്ടോ. പ്രൈവറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാമെന്നാണ് ഞാൻ കേട്ടെ. അതായത് വേറെ അവരുടെ സ്കൂളിൽ ഇല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ട് പഠിപ്പിച്ച് ഇതിനു വേണ്ടി ചെയ്യിപ്പിക്കാം പൈസ കൊടുത്ത്. ഇത് ഒരു നാഷണൽ ലെവലിലുള്ള സംഭവമാണ് ഇവിടെ ഓസ്ട്രേലിയയില്. UK-യിലും ഉണ്ട്. നിങ്ങൾ ഇതിനെപ്പറ്റി കൂടുതൽ അന്വേഷിച്ച് നോക്കുക. ഇങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ ഒരു ഇയർ 9 ഒക്കെ ആയിട്ടുള്ള പിള്ളേര് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രസമായിട്ടുള്ള ഒരു സംഭവമാണ് പിള്ളേർക്ക്. അപ്പൊ ഇനി അടുത്തൊരു വീഡിയോ കാണാം കേട്ടോ. താങ്ക്